അധമമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ കൂട്ടുകൂടുന്നത് യേശുവിനോടാണെങ്കിലോ അവന്റെ വചനത്തോടാണെങ്കിലോ, ഞാൻ നിരന്തരം കൂട്ടുകൂടുന്നത് എൻ്റെ കർത്താവിനോടാണെങ്കിലോ എൻ്റെ ഈശോയോടാണെങ്കിലോ വചനത്തോടാണെങ്കിലോ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എന്തിനോട് കൂട്ടുകൂടുന്നു? നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ കൂട്ടുകൂടുന്നത്, നമ്മൾ വായിക്കുന്നത്, ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിന്റെ നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ അല്ലേ, നമുക്കറിയാം ഇവരൊക്കെ ആൻഡ്രോയിഡ് യുഗം എന്നാണ് പറയുന്നത്. ഈ കുഞ്ഞുങ്ങളൊക്കെ ഇവരൊക്കെ ജനിച്ചപ്പോൾ മുതൽ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന പിള്ളേരല്ലേ. നമ്മളൊക്കെ നമ്മുടെ കാലത്തൊന്നും ഫോൺ ഇല്ലായിരുന്നു. ആദ്യമായിട്ടൊരു മൊബൈൽ ഫോൺ ഞാൻ കാണുന്നത് എൻ്റെ ചേട്ടൻ ദുബായിൽ അങ്ങാണ്ട് പോയിട്ട് നാട്ടിൽ വന്ന സമയത്ത്, ഞാൻ ഫിലോസഫി പഠിക്കുന്ന സമയത്താണ്. 10-25 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ചേട്ടൻ അന്ന് ബാംഗ്ലൂർ എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞ മറ്റേ നോക്കിയയുടെ ഫോണില്ല വലിയ, ആ ഫോണൊക്കെ ആയിട്ട് വന്നു. അതിനകത്തുള്ള ഈ പാമ്പിൻ്റെ കളി മാത്രമേ അതിനകത്തുള്ളൂ. പിന്നെ വേറെ എന്നിട്ട് കട്ട പോലത്തെ എന്തൊരു സാധനം. മുഴുവൻ സമയം ഇത് പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു ഈ പാമ്പ് കളിക്കാനായിട്ടൊക്കെ ഉള്ളൊരു സന്തോഷമുണ്ട്. കൂട്ടുകാരും ഞങ്ങളൊക്കെ മാറി ഇതിനകത്ത് ആദ്യമായിട്ട് മൊബൈൽ ഫോൺ കണ്ടതാണ് അല്ലേ. ഇന്ന് നമ്മുടെ ഈ സാധനങ്ങൾ 1 വയസ്സ് 2 വയസ്സ് പ്രായമുള്ള ഈ പിള്ളേർ നമ്മളെക്കാളും നല്ല ഭംഗിയായിട്ട് മൊബൈൽ ഫോണിൻ്റെ സകല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. ചിലപ്പോഴെങ്കിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ 2-2.5 വയസ്സ് പ്രായമുള്ള പിള്ളേരുണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ മതി. ഇവരിതിൻ്റെ ഡോക്ടറേറ്റ് എടുക്കാനോ PG ചെയ്യാനോ ഡിഗ്രി പഠിക്കാനോ ഒന്നും പോയിട്ടില്ല. പിന്നെ ഇത് ഇവരുടെ യുഗം. ഇതിനെ ഉദരത്തിൽ വഹിക്കുന്ന സമയത്ത് അമ്മ കട്ടിലേ കിടന്നുകൊണ്ട് മുഴുവൻ സമയം തോണ്ടിക്കൊണ്ടിരുന്ന, ജനിച്ച് വീഴുമ്പോഴേ ഇതിനെ എന്തെങ്കിലും തോണ്ടിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് കരയും. ഭക്ഷണം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, മൊബൈൽ കൊടുക്കണം. ഇനി ഭക്ഷണം കൊടുക്കണമെങ്കിലും എന്ത് കൊടുക്കണം? ഈ സാധനത്തിന് അയ്യോ അല്ലെ, മൊബൈൽ ഫോൺ ഇല്ലാതെ ഭക്ഷണം കഴിക്കോ? കാർട്ടൂൺ കാണാതെ ഭക്ഷണം കഴിക്കോ? ഞങ്ങൾ എവിടെയോ ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ അവിടെ ഞാനും കാര്യച്ചിനെ കൂടെ ഇങ്ങനെ പോയപ്പോൾ ഇച്ചിരി ലേറ്റായിട്ടാണ് പോയത്. ലേറ്റായിട്ടെന്ന് പറഞ്ഞാൽ അവിടെ കുർബാനയുണ്ട്, കുർബാന കഴിയുമ്പോൾ എത്തിയാൽ മതി. ഞാൻ തുടങ്ങുന്ന ദിവസം അപ്പോൾ വികാരിച്ചൻ പറഞ്ഞ കൈക്കാരനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛന്മാർ വരും, അപ്പോൾ ചായ കൊടുക്കണം. അപ്പോൾ കൈക്കാരൻ്റെ വീട് തൊട്ടപ്പുറത്താണ്. അപ്പോൾ കൈക്കാരൻ്റെ വീട്ടിൽ കൊടുത്തേക്കാന്ന് പറഞ്ഞു. പ്രായമുള്ള പുള്ളിയും പുള്ളിയുടെ വൈഫും അവിടെയുണ്ട്. പിന്നെ മകളുടെ കൊച്ചും വീട്ടിലുണ്ട്. മകളുടെ കൊച്ച്, ചെറിയ കൊച്ച്, 3-3.5 വയസ്സൊക്കെ ഉണ്ടാവും. അങ്ങനെ ഈ കൊച്ചുമുണ്ട്. അങ്ങനെ ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കൊച്ചു അവിടെ ഇരുന്ന് നേരെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുക. ഫ്രണ്ടിൽ തന്നെ ഇരുന്നിങ്ങനെ അത് വായ പൊളിച്ച് TV-യിലേക്ക് വെച്ചേക്കുക. ഇത്ര അടുത്തായിരിക്കുന്നത്. ഇതാണ് TV. ഇങ്ങനെ ഇരുന്നാൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, കണ്ണൊക്കെ മൊഴിച്ച് ഇങ്ങനെ ഇരുന്ന ഈ സാധനം കാണുന്നത്. അപ്പോൾ ആ സമയത്ത് എന്തോ ഇലക്ഷനോ അങ്ങനെ എന്തോ നടക്കുന്ന സമയമാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ ആ സമയത്ത് ആകുമ്പോൾ മുഴുവൻ പബ്ലിഷായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞു. ഒരു അച്ഛാ ഞങ്ങൾ ചായ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ചേട്ടനും കൂടി ഞങ്ങളുടെ അടുക്കളയിലേക്ക് പോയി. അപ്പോൾ ഈ കൊച്ചത് നോക്കിയിരിപ്പുണ്ട്, കരിച്ചനവിടെ ഉണ്ട്. ഈ റിമോട്ട് സൈഡിൽ വെച്ചിട്ടുണ്ടല്ലോ, അതെടുത്തിട്ട് പയ്യ ഇത് ന്യൂസൊക്കെ എന്തായെന്നൊക്കെ അറിയാൻ വേണ്ടി മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സാധനം ഇങ്ങനെ തിരിഞ്ഞൊരു നോട്ടം, ഒറ്റ നോട്ടം. ആ നോട്ടം കണ്ടാൽ മതി, ആ നിന്ന നിപ്പിൽ സംഭവം നമ്മൾ കത്തിച്ചാമ്പലായിപ്പോ. അതുപോലെ നോക്കുന്നത് റിമോട്ട് താടാ പട്ടിയെന്നാണ് ഈ കൊച്ചുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും ഇതിങ്ങനെ പറഞ്ഞു. ആ ഫോൺ ഇതെടുത്ത് കൊച്ചവിടെ കിടന്നു ബഹളം വയ്ക്കാൻ തുടങ്ങിയപ്പോഴേക്കും മറ്റേ പ്രായമായ അപ്പച്ചൻ അവിടെ നിന്ന് ഓടി വന്നിട്ട് പറഞ്ഞു, അച്ഛാ അത് കൊടുത്തേര്. അച്ഛന് TV കാണി ഇങ്ങോട്ട് വാ, അടുക്കളയിൽ വേറെ വെച്ചിട്ടുണ്ട്. ഈ സാധനത്തിന് തീരെഴുതി കൊടുത്തേക്കുന്ന ഇത് ഏത് ഈ 3 വയസ്സുള്ള സാധനത്തിന് ഇത് അച്ഛാ ഭക്ഷണം കഴിപ്പിക്കണമെങ്കിൽ വേറെ ഒരു നിവൃത്തിയില്ല അച്ഛാ. ഇനിയിപ്പോൾ ഭക്ഷണം കൊടുത്തില്ല, ഇതിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വിളി വരും. എവിടെ നിന്ന്? മേളിന്ന്. കാശ് അയച്ച് തന്നെ തന്തയും തള്ളയും കൂടി തിന്നുവാണോ, കൊച്ചിനൊന്നും കൊടുക്കുന്നില്ല എന്ന് ചോദിക്കും അല്ലേ. അതുകൊണ്ട് ഇതിനെങ്ങനെയെങ്കിലും തീറ്റിക്കണ്ട അച്ഛാ. അതുകൊണ്ട് ഇങ്ങനെ ഇത് ഓണാക്കി വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി ഇത് മറ്റേ സാധനം ഉണ്ടല്ലോ, മോളിൽ കയറിയിട്ട് ചാടുന്ന സാധനം, അണ്ടർവെയർ പുറത്തിടുന്ന ആള്, അണ്ടർവെയർ പുറത്തിടുന്നൊരു കഥാപാത്രം ആരത്? സ്പൈഡർമാനോ? അറിയാം, മിണ്ടാതിരിക്കുന്ന. എന്താ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഭക്ഷണം കൊടുക്കണ്ട. അപ്പോൾ ഈ അമ്മ പ്രായം അമിച്ചില്ല, ഇതിന് ഭക്ഷണം കൊടുക്കാൻ എന്നാ ബുദ്ധിമുട്ടാണെന്നറിയോ? കൊടുക്കാതിരിക്കുക. ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടൊക്കെ ഇരിക്കും. ഇതിങ്ങനെ സ്പൈഡർമാൻ മുകളിലേക്ക് പോയിട്ട് മുകളിൽ കയറിയിട്ട് കുറേ നേരം എടുക്കുക. സാധനം ഒന്ന് മുകളിൽ കയറിയിട്ട് ചാടുന്ന സമയത്ത് കൊച്ചിന് ആ ഗ്യാപ്പിൽ എൻ്റെ അണ്ണാക്കിലേക്ക് ഈ സാധനം കയറ്റും.
ഇത് വായ പൊളിച്ച് കിട്ടണ്ടേ? ഇത് പൊളിച്ചാലല്ലേ ഈ സാധനം കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് ഇങ്ങനെ ഇരിക്കുള്ളൂ. തുറക്കാൻ പറഞ്ഞാലും തുറക്കല്ലോ, ഇങ്ങനെ ഇരിക്കുള്ളൂ. ഇതിന് തോന്നണം തുറക്കണമെങ്കിൽ. ഇനിയിപ്പോൾ ഈ സാധനം വീണ്ടും മോളിൽ കയറി താഴോട്ട് ചാടിയാൽ മാത്രമേ ഇതിൻ്റെ ഈ എന്താ വെച്ചാൽ 1.5 മണിക്കൂർ എടുക്കും ഇതിന് ഒരു പാത്രം ചോറ് കൊടുക്കണമെങ്കിൽ. ഏത് കാർട്ടൂണാണ് ഈ കാണുന്നത്? കാർട്ടൂണോ ഞങ്ങളോ? ഇല്ലച്ചാ അല്ലേ? ഇപ്പോഴത്തെ പിള്ളേരുടെ അവസ്ഥ അതാ. ഇതില്ലാതെ പറ്റാത്ത അവസ്ഥയായി. മൊബൈൽ ഫോൺ ഇല്ലാതെ ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല. കാർട്ടൂൺ കാണാതെ പിള്ളേരെ വിദേശത്തൊക്കെ അവർ വെച്ചാ ഞങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ട് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരു ടാബൊക്കെ മേടിച്ച് സെറ്റ് ചെയ്ത് കൊടുത്തേക്കുക. എന്നിട്ട് കാർട്ടൂൺ അത് എന്ത് വേണേലും കണ്ടോട്ടെ, കാർട്ടൂൺ അല്ല എന്നാ വേണേലും കണ്ടോട്ടെ എന്നാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ അമ്മ വിദേശത്താണ്. അമ്മ പറഞ്ഞു, അച്ഛൻ ഒന്ന് അവളുടെ കയ്യിൽ അവൾക്ക് ഫോണുണ്ട്. അവൾ 7 ഇപ്പോൾ 6 7 6-ാം ക്ലാസ്സിൽ ഇപ്പോൾ 6 പഠിക്കുന്നത്. ഈ വർഷം 7 ആവുള്ളൂ അവൾ. അച്ഛൻ അവളുടെ ഫോണൊന്നും മേടിക്കണം. എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവൾ ഈ BTS അങ്ങനെ എന്തോ പോലത്തെ ഒരു ഡാൻസോ അങ്ങനെ ഏതാണ്ട് ഒരു പിശാച് കയറിയ ഡാൻസ് ഉണ്ട്. എന്നിട്ട് ഇവളിങ്ങനെ തുള്ളിക്കൊണ്ട് എപ്പോഴും നടക്കുന്നതെന്ന് പറഞ്ഞു. അതിനകത്ത് എന്തോ തുള്ളല, ഏതോ കുറേ എണ്ണങ്ങൾ കിടന്ന് തുള്ളും. അത് വലിയ റേറ്റിംഗ് ഉള്ള സാധനമാണ്. BTS എന്ന് പറയുന്ന അങ്ങനെ ഒരു സാധനമാണ്. എനിക്ക് ഏതായാലും അറിയത്തില്ല, അങ്ങനെയാണ് അമ്മ പറഞ്ഞത്. എന്നിട്ട് ഇതിനകത്ത് എല്ലാ ഗ്രൂപ്പിലും ഈ സാധനമുണ്ട്. ഇവള് മുഴുവൻ സമയവും വീട്ടിൽ നടക്കുമ്പോൾ ഇങ്ങനെ തുള്ളിയാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഒന്ന് വീട്ടിൽ ചെല്ലും, അവളൊന്ന് പ്രാർത്ഥിക്കണം. അവൾ മൊബൈൽ അത് മാത്രമല്ല വേറെ എന്തൊക്കെയൊക്കെ കാണുന്നുണ്ട്, അവിടെ സ്വഭാവത്തിലൊക്കെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനവിടെ ചെന്ന് അമ്മയുണ്ട്, മകളും ഉണ്ട്, അപ്പനുണ്ട്. അപ്പൻ സിക്കാണ്, കട്ടിലെ കിടപ്പാണ്. അപ്പോൾ അമ്മച്ചിയാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്, പ്രായമായ അമ്മച്ചി. അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു, എടി നീ ഉപയോഗിക്കുന്ന ഫോൺ എന്തി? ആ ഫോൺ അവിടെ ഇരിപ്പുണ്ട്, എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എന്തിനാന്ന് വെച്ചാൽ നീ എടുത്തുകൊണ്ട് വാ നോക്കട്ടെ. എന്നിട്ട് തുറന്നു തന്നേന്ന് പറഞ്ഞു. അപ്പോൾ അവൾ തുറന്നു തന്നു. എന്നിട്ട് അവളെ അടുത്തിരിക്കും, നീ അവിടെ ഇരിക്കുക, നീ അവിടെ മാറിയിരിക്കുക, നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ കൊച്ചിനെ പിടിച്ച് മാറ്റിയിരുത്തി. എന്നിട്ട് ഞാൻ വെറുതെ വാട്സപ്പ് തുടങ്ങിയപ്പോൾ അതിനകത്ത് കുറേ BTS ഫ്രണ്ട്സ്, BTS സ്കൂൾ ഫ്രണ്ട്സ്, BTS മറ്റേ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറേ തന്നെ BTS ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ വെറുതെ ഇതെന്തൊക്കെ ഗ്രൂപ്പ് നമുക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഞാനതേ പിടിച്ച് ഞെക്കി, ഒറ്റ ഞെക്കേ ഞെക്കിയുള്ളൂ. തുറന്നു കഴിഞ്ഞപ്പോൾ ഈ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെങ്കൊച്ച് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ 1-2 ഗ്രൂപ്പുകളിൽ മുഴുവൻ വരുന്നത് വൾഗറായിട്ടുള്ള വീഡിയോയാണ്. ഈ പെങ്കൊച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെങ്കൊച്ചാണ്. ആ പെങ്കൊച്ചിൻ്റെ സ്വഭാവത്തിൽ അങ്ങനെ മാറ്റമില്ലാതിരിക്കും. മുഴുവൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ. എനിക്കിത് അമ്മയോട് പറയാൻ പറ്റുമോ? അമ്മ വിദേശത്ത്, എനിക്കിത് അമ്മയോട് പറയാൻ പറ്റും? ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലായിപ്പോയി. ഞാൻ ആ പെങ്കൊച്ചിനെ ആ സമയത്തൊന്നും പറഞ്ഞില്ല, കാരണം അമ്മ എവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചായയും ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ വണ്ടി കയറുന്ന സമയത്ത് ആ പെങ്കൊച്ചിനെ അടുത്തേക്ക് വിളിച്ചു. ഇങ്ങോട്ട് വന്നടി എന്ന് പറഞ്ഞു. അടുത്തേക്ക് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മോളെ ആ ഫോണിൽ കിടക്കുന്നത് മുഴുവനും ആ ഗ്രൂപ്പെല്ലാം ഡിലീറ്റ് ചെയ്തോളണം. അതിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഗ്യാലറി കിടക്കുന്ന ആ വീഡിയോസ് മോളെടുത്ത് കളഞ്ഞോളാം. അപ്പോൾ ചെയ്ത് വീഡിയോസ് എന്ന് ചോദിച്ചു. ഞാൻ പറയണമെന്ന് ചോദിച്ചു. ഇല്ല പറയണ്ട, കളഞ്ഞേക്കാം. 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെങ്കൊച്ചിൻ്റെ മൊബൈലിൽ കണ്ട സാധനം. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിരൽത്തുമ്പിൽ പാപം ചെയ്യാനുള്ള സകല സാധ്യതകളുണ്ട്. നമ്മുടെ വിരൽത്തുമ്പിൽ പാപം ചെയ്യാൻ, പൈശാചികതയ്ക്ക്, തിന്മയ്ക്ക് പ്രവർത്തിക്കാനുള്ള സകല സാധ്യതകളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ സാധ്യമായതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നില്ലെങ്കിൽ ലോകത്തിൻ്റെ അരൂപിയാൽ എളുപ്പത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വീണുപോകും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പൗലോസ്ലീഹ പറയുന്ന ആ ഫലങ്ങൾ ഒന്നും കൂടി വായിക്കാം. ഞാൻ വായിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിലാണ് 22-ാമത്തെ. ആത്മാവിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? 1 സ്നേഹം. ഈ സ്നേഹം നമ്മൾ നിർവചിക്കണം. സ്നേഹം നിർവചിക്കപ്പെടാതെ പോകരുത്. സ്നേഹത്തിന് കൃത്യമായ പരിശുദ്ധമായ നിർവചനം നൽകിയത് കർത്താവ് ഈശോ മിശിഹായാണ്. ഹല്ലേലൂയ. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ ബലി നൽകുന്നതിനേക്കാളും വലിയ സ്നേഹമില്ലെന്നും ദൈവം സ്നേഹമാണെന്നും ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളം പറയുന്നു എന്ന് പറയുകയും അങ്ങനെ ദൈവം സ്നേഹമാണെന്നും സ്നേഹം ദൈവമാണെന്നും ഒക്കെ യോഹന്നാൻ ശ്ലീഹ നമ്മെ പഠിപ്പിച്ചു. ആ സ്നേഹം, ഈ പരിശുദ്ധമായ ദൈവീക സ്നേഹം നമ്മെ പഠിപ്പിച്ചത് കർത്താവായ ഈശോയാണ്. ഈ സ്നേഹത്തെക്കുറിച്ചാണ് ഈ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ പറയുന്നത്. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ളവരെ മാത്രം സ്നേഹിക്കുക, നമുക്ക് ഇഷ്ടമില്ലാത്തവരെ ആ സ്നേഹത്തെക്കുറിച്ചല്ല.
എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സ്നേഹമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സ്നേഹം. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ വേദനിപ്പിച്ചവരെ സ്നേഹിക്കാൻ പറ്റും. കാരണം എന്താ? നമ്മുടെ വേദനിപ്പിച്ചവനെ കുറിച്ചും കർത്താവിന് ചിന്തയുണ്ട്. അവന്റെയും അവളുടെയും ആത്മാവ് നഷ്ടപ്പെട്ടു പോകരുതെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആരോടെങ്കിലൊക്കെ വെറുപ്പും വിദ്വേഷമൊക്കെ ഉണ്ടാകാം, സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകാം. ഈ സ്നേഹത്തിലേൽക്കുന്ന മുറിവാണ് നമ്മുടെ ജീവിതത്തിന്റെ പല അസ്വസ്ഥതകളുടെയും മാനസിക സംഘർഷങ്ങളുടെയും നിരാശകളുടെയും ആകുലതയുടെ ഒക്കെ കാരണം. ഈ സ്നേഹത്തിലേൽക്കുന്ന മുറിവാണ്. കാരണം നമ്മളെല്ലാവരും സ്നേഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആഗ്രഹിക്കുന്ന അളവിൽ, ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് സ്നേഹം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് കിട്ടാതെ പോകുമ്പോൾ അത് മുറിവായിട്ട് മാറും. നമുക്കൊരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന അളവിലോ ആഗ്രഹിക്കുന്ന രീതിയിലോ ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ നിന്നൊക്കെ ഈ ലോകത്തിൽ സ്നേഹം ലഭിക്കില്ല എന്ന് ആദ്യം മനസ്സുകൊണ്ട് ഉറപ്പിക്കണം. ഒരു മനുഷ്യനും, ഈ ലോകത്തിലെ ഒരു മനുഷ്യനും നീ ആഗ്രഹിക്കുന്നത് പോലെ നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ഈശോയ്ക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റും. നീ ആഗ്രഹിക്കുന്നതിലും ഉപരി ചെയ്തു തരാൻ കഴിവുള്ള കർത്താവിന് നിന്നെ നീ ആഗ്രഹിക്കുന്നതിലും ഉപരി സ്നേഹിക്കാൻ പറ്റും. അങ്ങനെ സ്നേഹിച്ച ആ സ്നേഹത്തിൻ്റെ പൂർത്തീകരണമാണ് കാൽവരി കുരിശിൽ സ്വജീവൻ നൽകിക്കൊണ്ട് അവസാനത്തുള്ളി രക്തവും നൽകി ഈശോ നമ്മെ സ്നേഹിച്ചത്. എന്നിട്ട് പറഞ്ഞു, മോനെ, ഇതാണ് സ്നേഹം, ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സ്നേഹം. അതുകൊണ്ട് യഥാർത്ഥ സ്നേഹം എന്തെന്ന് ചോദിച്ചാൽ കുരിശെ ചൂണ്ടിക്കാണിക്കാവൂ. നമ്മൾ ഇന്ന് പറയുന്ന സ്നേഹം യഥാർത്ഥ സ്നേഹമാകണമെന്നില്ല. ചിലത് പ്രണയമാകാം, ചിലത് വഞ്ചനാത്മകമാകാം, ചിലത് മലിനമാകാം, ഒക്കെ ആകാം. യഥാർത്ഥ സ്നേഹം കുരിശിൽ ഈശോ വെളിപ്പെടുത്തിയ സ്നേഹം. ഇതാണ് പരിശുദ്ധാത്മാവിലുള്ള സ്നേഹം എന്ന് പറയുന്നത്. അടുത്തത് ആനന്ദം. ആനന്ദം എന്ന് പറയുന്നത് നമുക്കൊരു പ്രശ്നങ്ങളില്ലാതിരിക്കുമ്പോൾ സന്തോഷിക്കുന്നതല്ല ആനന്ദം. പ്രശ്നങ്ങളില്ല, പ്രശ്നങ്ങളുടെ നടുവിലും ആനന്ദിക്കാൻ പറ്റുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ആനന്ദം. ഹല്ലേലൂയ. സഹനങ്ങളിലും ക്ലേശങ്ങളിലും ഞെരുക്കങ്ങളിലും വേദനയിലും പ്രതികൂല അനുഭവങ്ങളിലും ആനന്ദിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ആനന്ദം. അതുകൊണ്ടാണ് തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം, 1-ാമത്തെ ലേഖനത്തിൽ 1-ാം അധ്യായം 6-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് ശ്ലീഹ തെസ്സലോനിയ സഭയെ അഭിനന്ദിച്ചുകൊണ്ടൊരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളെയും കർത്താവിനെയും അനുകരിക്കുന്നവരായി മാറി. എങ്ങനെയാ? കാരണം വളരെയധികം ക്ലേശങ്ങൾക്കിടയിലും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായ ആനന്ദത്തോടെ നിങ്ങൾ വചനം സ്വീകരിച്ചു. ആത്മാവിനാൽ പ്രചോദിതമായ ആനന്ദം പറയുന്നതാണ് ക്ലേശങ്ങളുടെ നടുവിലുമുള്ള ആനന്ദം. ക്ലേശങ്ങളുടെ നടുവിൽ ഞാൻ കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ അനുഭവിക്കുന്നതാണ് ഈ ആനന്ദം. അത് വേദനകളില്ലാത്ത, സഹനങ്ങളില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദത്തെ കുറിച്ചല്ല. അത് പരിശുദ്ധാത്മാവാണ്. നമുക്ക് ലോകത്തിൻ്റെ മനോഭാവമാണ്, ലോകം തരുന്ന സന്തോഷമാണ്. ലോകം തരുന്ന സന്തോഷം അത് കുറച്ച് കഴിയുമ്പോൾ പോകും. ലോകം തരുന്ന സന്തോഷവും ദൈവം തരുന്ന ആനന്ദവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ലോകം തരുന്ന സന്തോഷം, ഒരു നല്ല ഭക്ഷണം കഴിച്ചാൽ നമുക്ക് സന്തോഷമാവും, ഒരു ലോട്ടറി അടിച്ചാൽ നമുക്ക് സന്തോഷമാവും, ഒരു പരീക്ഷയ്ക്ക് ജയിച്ചാൽ നമുക്ക് സന്തോഷമാവും. ഇത് പോകാൻ, ഒരു രോഗം മാറിയാൽ നമുക്ക് സന്തോഷം കിട്ടും. ഇത് മാറാൻ, ഈ സന്തോഷം പോകാൻ അടുത്തൊരു രോഗം വന്നാൽ മതി. ഹല്ലേലൂയ. അടുത്തൊരു പ്രശ്നം വന്നാൽ മതി ഈ സന്തോഷം പോകാൻ. എന്നാൽ ദൈവം തരുന്ന ആനന്ദം ഒരിക്കൽ പരാജയപ്പെട്ടാലും വീണ്ടും പരാജയപ്പെട്ടാലും, ജീവിതത്തിൽ പരാജയങ്ങളോ നഷ്ടങ്ങളോ തകർച്ചകളോ ഞെരുക്കങ്ങളോ പ്രതിസന്ധികളോ സഹനങ്ങളോ വേദനകളോ ക്ലേശങ്ങളോ വരുമ്പോഴും ആത്മാവിൽ അവൻ അനുഭവിക്കുന്ന, ദൈവത്തോടുള്ള ബന്ധത്തിൽ അനുഭവിക്കുന്നതിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം. അത് ലോകത്തിന് എടുത്തു കളയാൻ പറ്റില്ല. കാരണം ലോകത്തോട് ബന്ധപ്പെടുത്തിയല്ല ഈ ആനന്ദം ഇരിക്കുന്നത്, ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. ഹല്ലേലൂയ. ശ്രമത്തിൽ പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത് ക്ഷമ, അടുത്തത് സമാധാനം. ഈ സമാധാനം അങ്ങനെ തന്നെ യോഹന്നാൻ ശ്ലീഹ 14-ാം അധ്യായം 14, 15, 16 അധ്യായങ്ങളിലൊക്കെ പറയുന്ന കാര്യമാണ്. ലോകത്തിന് തരാൻ പറ്റുന്ന സമാധാനമല്ല ഞാൻ തരുന്നത്. എന്നിട്ട് ഈശോ പറയുന്നു 16-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കാനാണ് പറയുന്നത്, എന്നെ കണ്ട് പഠിക്കാനാണ് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എന്ന് പറയാം. അത് ലോകം തരുന്നത് പോലെയല്ല ഞാൻ തരുന്ന സമാധാനം. ഈശോ തരുന്ന സമാധാനം എന്ന് നിലനിൽക്കുന്ന, ഈശോ തരുന്നതെല്ലാം നിലനിൽക്കുന്നതാണ്. ഹല്ലേലൂയ. യേശു നമുക്ക് തരുന്നതെല്ലാം നിലനിൽക്കുന്നതാണ്. യേശു തരുന്ന സമാധാനവും നിലനിൽക്കുന്ന സമാധാനമാണ്.
ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് നിലനിൽക്കുന്ന സമാധാനം തരുന്നു. അടുത്തത് ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഹല്ലേലൂയ. സർവ്വത് പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുമ്പോൾ, ആത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുമ്പോൾ ആ വ്യക്തിക്ക് ക്ഷമിക്കാൻ പറ്റും. ക്ഷമിക്കാൻ പറ്റാത്ത വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷമിക്കാത്ത വ്യക്തിയിൽ, ഇത് പരിശുദ്ധാത്മാവിന്റെ ഫലമാണേ. ക്ഷമ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ഫലമാ. അപ്പൊ ക്ഷമിക്കാത്ത വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല. ഇനി ഈ ഒരു വിഷയത്തിൽ പ്രത്യേകം മനസ്സിലാക്കിയത്, എന്തുകൊണ്ട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല? അതിനൊരു കാരണം, എൻ്റെ മനസ്സിന് ഒരു മുറിവേറ്റിട്ടുണ്ട്. ഏതോ ഒരു വിഷയത്തിൻ്റെ മേൽ എനിക്ക് മുറിവേറ്റിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ആ വിഷയത്തിൽ ആ വ്യക്തികളോട് ക്ഷമിക്കാൻ പറ്റാത്തത്. ഇനി ആ വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റണമെങ്കിൽ ആ വ്യക്തിയിലൂടെ വന്ന മുറിവ് ആദ്യം ഉണങ്ങിയാൽ മാത്രമേ, ആ മുറിവിന് സൗഖ്യം കിട്ടിയാൽ മാത്രമേ ക്ഷമിക്കാൻ പറ്റൂ. ഇനി ആ മുറിവുകൾക്ക് സൗഖ്യം കിട്ടണമെങ്കിൽ വേറൊന്നിനും നമ്മെ സുഖപ്പെടുത്താൻ പറ്റില്ല. യേശുവിൻ്റെ മുറിവേറ്റ, നമുക്ക് വേണ്ടി മുറിപ്പെടുത്തപ്പെട്ട അല്ലെങ്കിൽ മുറിവേറ്റ, കാൽവരിയിൽ മുറിഞ്ഞ ആ സ്നേഹത്തിന് മാത്രമേ നമ്മെ സുഖപ്പെടുത്താൻ പറ്റൂ. അതായത് ഒരു മുറിവേൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ തിരുമുറിവിലേക്ക് നോക്കണം. ആ മുറിവുണ്ടായത് എന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. അതിൻ്റെ 10 ഞാനിപ്പോൾ മുറിഞ്ഞിട്ടില്ല. അതിൻ്റെ 1000 ഞാൻ മുറിവേറ്റിട്ടില്ല. എന്നിട്ട് എന്നും എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഇത്രയും മുറിവേറ്റ കർത്താവ് കാൽവരി കുരിശി കടന്നിട്ട് ശരീരം മുഴുവൻ ഉഴവുചാൽ പോലെ ഉഴുതുമറിച്ചു എന്ന യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്. അങ്ങനെ ശരീരം മുഴുവൻ ഉഴവുചാൽ പോലെ ഉഴുതുമറിച്ചപ്പോഴും കാൽവരി കുരിശിൽ 3 ആണികളിൽ പിടന്ന് അവസാന ശ്വാസം വലിക്കുമ്പോഴും ഈശോ തൻ്റെ മുമ്പിൽ തന്നെ വേദനിപ്പിച്ചവരും തന്നെ മുറിപ്പെടുത്തിയവരും തന്നെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയവരും താടിമീശ പിടിച്ചു പറിച്ചവരൊക്കെ മുമ്പിലുണ്ട്. അവരെ നോക്കിയിട്ട് ഈശോ പറഞ്ഞു, ക്ഷമിക്കുന്നു, ഇവർ ചെയ്യുന്നറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഇത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഹല്ലേലൂയ. നമ്മെ മുറിപ്പെടുത്തിയവരെയും സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ മുറിപ്പെടുത്തിയവരെയും ചേർത്ത് പിടിക്കാമെന്ന്. നമ്മളെക്കുറിച്ച് എല്ലാ വചനങ്ങൾ പറഞ്ഞവര്, നമ്മെ തള്ളിക്കളഞ്ഞവര്, നമ്മെ ഉപേക്ഷിച്ചവര്, നമ്മളെ മാറ്റി നിർത്തിയവര്, നമ്മളെ വഞ്ചിച്ചവര്, നമ്മളെ ചതിച്ചവര്, നമ്മുടെ അതിർത്തി മാന്തിയവര്, നമുക്കെതിരെ കേസ് കൊടുത്തവര്, സകലരെയും സ്നേഹത്തിൽ ചേർത്ത് പിടിക്കാനും ക്ഷമിക്കാനും പറ്റണമെങ്കിൽ എന്നിൽ പരിശുദ്ധാത്മാവ്, യേശുവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കണം. ഹല്ലേലൂയ. അപ്പോ ഫലത്തെ കാണുന്നത്, മനസ്സിലാക്കുന്നത്, ആ വൃക്ഷത്തെ മനസ്സിലാക്കുന്ന ഫലത്തിൽ നിന്നാണ്. നമ്മളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ ക്ഷമിക്കുന്നവരായിട്ട് മാറും. ഏതറ്റം വരെയും നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകും. അടുത്ത കാര്യങ്ങൾ സമയപൂർവ്വം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം, സൗമ്യത. ഈ ഫലങ്ങൾ നമ്മളിൽ പുറപ്പെടുവിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവുള്ളവരായിട്ട് മാറുക. സർവ്വത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി റോമ 8:9 പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ ക്രിസ്തുവിനുള്ളവൻ അല്ല. കൺവെൻഷൻ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഒറ്റ ചോദ്യമുള്ളൂ, ഇത്രയും നാളായില്ലേ ക്രിസ്ത്യാനിയായിട്ട്, ക്രിസ്തുവിനുള്ളവനായോ എന്നുള്ളത്.